Ladies and gentlemen, welcome back to another video. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് മോട്ടോ ഹബിൽ പോകണം. അത് എന്തിനാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഗ്ലാസ് ഒന്ന് തുടയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സൂപ്പർ സീൽ, അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇവൻറ്റ്. സൂപ്പർ സീലെ നമ്മുടെ ചാമ്പ്യൻഷിപ്പ് അടിച്ച വണ്ടിൻ്റെ 820 ZX മോട്ടോടെ, അപ്പോൾ അതിൻ്റെ ലോഞ്ച് ഇവൻ്റ് ഉണ്ട്. അപ്പോൾ അതും പോയിട്ട് നമുക്കൊന്ന് കവർ ചെയ്യണം. എനിക്ക് ആ വണ്ടി റിവ്യൂ ചെയ്യണം. അത് നമുക്ക് വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യണം. പക്ഷേ ഇന്ന് പോയിട്ട് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പോയി നോക്കാം. പക്ഷേ ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും വരും. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങുകയായി. കുറച്ചായി നമ്മൾ വണ്ടി എടുത്തിട്ട് മോട്ടോ ഹബിൽ നിന്ന് നമുക്കിത് ഈ സൈഡിൽ ഒരു സാധനം ഉണ്ട്. ഇതൊന്ന് ഊരി ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എനിവേ ലെറ്റ്സ് ആദ്യം അങ്ങോട്ട് വിടാം. ബാക്കി പെട്രോൾ അടിക്കേണ്ടി വരും. പോകുന്ന വഴിക്ക് അടിക്കണോ? ഇത് റേഞ്ച് കാണിക്കുന്നുണ്ടോ? ഇതിപ്പോൾ 17 കിലോമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോൾ പമ്പ് കാണുവാണെങ്കിൽ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഹിറ്റ് ദ റോഡ്. ബാക്ക് ഓൺ ദ റോഡ്. വെതർ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ സമയം 6:15 ഈവനിങ്. വെതർ വലിയ പ്രശ്നമില്ല. റൈഡബിൾ വെതറാണ്, ഓടിക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ റൈഡിങ് ഗിയർ ഒന്നും എടുത്തിട്ടില്ല, കാഷ്വൽ റൈഡായിട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു മോട്ടോ ഹബ്. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ മോട്ടോ ഹബിൽ പോകാനുള്ള മെയിൻ കാരണം DCTയുടെ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ ഒരു 60,000 കിലോമീറ്റർ ആയാലും വണ്ടിക്ക് ഒരു മേജർ സർവീസ് ചെയ്യണം എന്നാണ് പറഞ്ഞു കേട്ട്. അപ്പോൾ നമ്മളിപ്പോൾ 61,900 ആയി. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വേറൊന്നുള്ളത് മെയിൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ ഇതിൽ സൈഡിലിടാം. അതായത് ഞാൻ ഇന്നലെ എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ ഈ ഗിയർ കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെ നോർമലി നമ്മൾ വണ്ടി ഇഗ്നീഷൻ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ ന്യൂട്രൽ കാണിക്കും. എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂട്രൽ തന്നെ കാണിക്കും. പക്ഷേ ന്യൂട്രൽ കാണിക്കുന്നതിന് പകരം ഇവിടെ ഒരു ബ്ലാങ്ക് ഹൈഫൺ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബ്ലാങ്ക് ഹൈഫൺ ബ്ലിങ്ക് ചെയ്താൽ നമ്മൾ ഡ്രൈവിലോട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഗിയർ ചേഞ്ച് ആവില്ല. അപ്പോൾ അതായിരുന്നു പ്രശ്നം. ഗിയർ ചേഞ്ച് ആവുന്നതിൽ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനത് ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ വണ്ടി അത് മുന്നോട്ടും ബാക്കിലോട്ടും ഉരുട്ടി കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉരുട്ടി നോക്കി, ശരിയായി. പിന്നെ ഞാനൊരു ഇടയ്ക്ക് ഒരു 5000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു DCT റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതും ഞാൻ ചെയ്തു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഇന്നും ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഞാൻ മൊത്തത്തിനൊന്ന് ഡിഗ് ചെയ്തപ്പോൾ ഈ സാധനത്തിൻ്റെ സൈഡിൽ കിടന്ന് ഈ ഒരു സിലിണ്ടർ ഇത് ഊരിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അവിടെ കാർബൺ അടിഞ്ഞുകൂടുന്നാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗിയർ ഷിഫ്റ്റിങ് DCTയുടെ ചെറിയ പ്രശ്നം വരുന്നത്. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ചെന്നിട്ടൊന്ന് നോക്കാം എന്താണ്, അതോ നമ്മൾ അറിയാത്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതൊന്ന് ചെക്ക് ചെയ്യണം. എന്തായാലും പോയി നോക്കാം. ബാക്കി അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മളൊന്ന് ഭയങ്കരമായിട്ട് സമ്മറിൽ നമ്മൾ റൈഡിങ് നിർത്തില്ല എന്നൊക്കെ വീരവാദം മുഴക്കി പോയത്. അതിനുശേഷം 2 ആഴ്ചത്തേക്ക് വണ്ടി എടുത്തില്ല. കുറേ തിരക്കുകളായി. നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷമുള്ള ഒരുപാട് തിരക്കുകൾ. പിന്നെ നമ്മുടെ കോളേജിലത്തെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു തായ്ലൻഡ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അത് നമ്മുടെ കോളേജിലത്തെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ചട്ടിപ്പട്ടീസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്നും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു ടൈപ്പ് ടീം ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച എല്ലാ വർഷവും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒത്തുകൂടുന്നുള്ളൂ. അങ്ങനെ ഈ വർഷം നമ്മൾ തീരുമാനിച്ചത് ദുബായിയാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ് ഒന്നും വന്നില്ല. അവരെല്ലാവരും പല ഭാഗത്തുനിന്ന് ഇങ്ങോട്ടെത്തി. ഒരാൾ അയർലൻഡിൽ നിന്ന്, ഒരാൾ നാട്ടിൽ നിന്ന്, ഒരു ചെന്നൈ, അങ്ങനെ. അപ്പോൾ അത് ഒരു 3-4 ദിവസം അടിച്ച് പൊളിച്ച് പണ്ടാറടക്കി പഴയ കോളേജ് ജീവിതത്തിലോട്ട് ഒരു തിരിച്ചു പോയി. 12 വർഷമായി കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷേ ആ ഒരു വൈബ് ഇപ്പോഴും വിട്ടില്ല. അവരെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഫ്രണ്ട്സ്. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ സ്പെൻഡ് ചെയ്താലും നമ്മൾ ആ പഴയ കാലഘട്ടത്തിലോട്ട് തിരിച്ചു പോകും. പക്ഷെ അത് അത്യാവശ്യമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു തിരിച്ചുള്ള യാത്ര അത്യാവശ്യം. ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചു പോകും നാട്ടിൽ. നമ്മുടെ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസ്, ജോലി, ഫാമിലി എല്ലാം. പണ്ട് അതൊന്നുമില്ല. പണ്ട് ഫ്രീ ബേർഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം പോയി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ തിരിച്ച് നമ്മുടെ പഴയ റൂട്ടീനിലോട്ട് മെല്ലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഒഡീസി പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് കണ്ടു. IMAX-ൽ കാണണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് IMAX-ൽ തന്നെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ആ പടത്തിന് ടിക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ IMAX ഇന്നത്തേക്ക് എല്ലാ സ്ഥലത്തും ഫുള്ള്. ഫ്രണ്ട് റോയിൽ കുറച്ച് സീറ്റ് ഇങ്ങനെ ബാക്കിയുണ്ട്. അതിനെന്തായാലും എനിക്ക് താല്പര്യമില്ല. എല്ലാ തിയേറ്ററിലും നോക്കി, എല്ലായിടത്തും ഫുള്ള്. ഇന്ന് ശനിയാഴ്ച, അത് സ്വാഭാവികം. പിന്നെ നാളെയും ഫുള്ള്. പിന്നെ നാളെ നൈറ്റ് നമ്മുടെ വേൾഡ് കപ്പിന് ഫൈനലല്ലേ, നാളെ ചിലപ്പോൾ ഫൈനൽ കാണാൻ പോകുന്നു. നമുക്ക് ബൈക്കും കൊണ്ട് പോകാം. കാരണം ചിലപ്പോൾ ട്രാഫിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബൈക്കാണ് കുറച്ചുകൂടെ നല്ലത്. അതേ സൂപ്പർ സി, ഇത് ZX മോട്ടോ എഴുതി വെച്ച് അതേ നിൽക്കണം സൂപ്പർ സി. ഇങ്ങോട്ടാണ് നമുക്ക് ഇനി പോകാനുള്ളത് കേട്ടോ. 820 റെഡും ബ്ലൂ ആണ് വണ്ടി അവിടെ ഉള്ളത്. എന്തായാലും മോട്ടോ ഹബ്ബ് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത്. കുറേ റൈഡുകൾ മിസ്സായിട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ നൈറ്റ് റൈഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എന്താ പറയുക, ജാസിംബ്രോയും ടറഫും നമ്മുടെ ഫുൾ ടീം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ചൂടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതേ ജീലിയുടെ എംഗ്രാൻഡ് ഇന്ത്യക്കാർ കമ്പനികൾ കുറേ ഈ വണ്ടി ഒരുപാട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരുപാട് വണ്ടികളുടെ റിവ്യൂകൾ ബാക്കിയുണ്ട്. ആദ്യം നമുക്ക് ഈ 820RR പെട്ടെന്ന് ചെയ്യണം ZX മോട്ടോടെ.
അത് കഴിഞ്ഞ് പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കണം. പിന്നെ അവരുടെ തന്നെ വേറൊരു വണ്ടി നെയ്ക്കഡ് ഒരു വണ്ടിയുണ്ട്, അതെങ്ങനെയുണ്ട് നോക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 650 വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി നാട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസം അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി വേണമെങ്കിൽ എടുത്തോ. നാട്ടിൽ പോക്കുള്ള പ്ലാൻ ആയതുകൊണ്ട് അത് അന്ന് എടുത്തില്ല. അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം അതും പോയിട്ട് ചെയ്യണം. റോയൽ എൻഫീൽഡ് ഭയങ്കര സപ്പോർട്ടീവ് കേട്ടോ ബ്രാൻഡ്, അവരുടെ ഡീലർഷിപ്പ്. സമ്മറിൽ റൈഡ് ചെയ്യോ എന്ന് ചോദിക്കുന്നവർക്ക്, പക്ഷേ ഡെയിലി കമ്മ്യൂട്ട് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അതിനോട് പറയാം, അത് പറയാൻ മാത്രം ഞാൻ ആളല്ല, കാരണം ഞാൻ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നില്ല വണ്ടിയിൽ. പക്ഷേ എൻ്റെ എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞിടത്തോളം ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നവരുണ്ട് ഈവൻ ഇൻ സമ്മർ. അപ്പോൾ പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്, പോസിബിൾ അല്ലെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. ഇതേണ്ട അങ്ങ് ദൂരെ മോട്ടോ ഹബ്ബ് കാണുന്നു, നേരെ പോകുന്നു, യൂ ടേൺ എടുക്കുന്നു, നേരെ മോട്ടോ ഹബ്ബിലോട്ട്. സാബിക്ക് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും വണ്ടി നേരെ സ്ട്രെയിറ്റ് നേരെ ഗ്യാരേജിലോട്ട് വിടാം. ഓ നല്ല മഞ്ഞ ലാൻസർ. ഓ ലാൻസർ ഈവോ ആണോ അതോ സ്റ്റിക്കർ ഒട്ടിച്ചാണോ? പൊളി. സാബിക്ക് ഉള്ളിലുണ്ടാവും തോന്നുന്നു. നമുക്ക് എന്തായാലും നേരെ ഗ്യാരേജിലേക്ക് വിടാം. വെൽക്കം ടു മോട്ടോ ഹബ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എൻ്റെ ഇതിൻ്റെ ഇതവിടെ ആരിതേ ZX പോണം. ആ എന്താണ് സംഗതി? ഞാൻ പറയാം, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്താ പ്രശ്നം എന്നുള്ളത് കാണിച്ചു തരാം. എന്നിട്ടേ ബാ സംഭവം ഞാൻ കാണിച്ചു തരാം. ആരാണ് ഈ വരുന്നത്? ഓ മൈ ഗോഡ്, താരം. അങ്ങനെ മോട്ടോ ഹബിലെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. 2 ഹിമാലയൻ. അതെ, ഫോൺ ഇവിടെ വെക്കാം. എക്സിറ്റ് അങ്ങോട്ടാ. അങ്ങനെ നമ്മൾ നേരെ മിഷൻ സൂപ്പർ സി ഒരു ഫ്രണ്ടിൽ പോട്ടോ, നമുക്ക് ബാക്ക് പിടിക്കാം. അങ്ങനെ സൂപ്പർ സിയിലോട്ട് പോകാം. ഇനി അവിടെ 820RR. അപ്പം ഞാൻ ഇന്നിവിടെ സംസാരിച്ച് നമ്മുടെ മോട്ടോ ഹബിലെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് 820RR ആണ് ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. കിഡിലൻ സാധനമാണെന്നാണ് പറഞ്ഞു കേട്ടിടത്തോളം. പോയി നോക്കാം എന്തായാലും. പിന്നെ രണ്ടാമത്തെ കാര്യം, മോട്ടോ ഹബിൽ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ഏകദേശം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്, 10% ഡിസ്കൗണ്ട്. അപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് നേരത്തെ നിങ്ങൾ ഇൻസ്റ്റയിൽ എങ്ങനെ DM ചെയ്യണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാം നമ്മുടെ ഇതിലാണ്. കാരണം അതൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടില്ല, എങ്ങനെയാണ് നമ്മുടെ റെഫറൽ പോവുക എന്നുള്ളത്. അപ്പോൾ അതൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന വരെ ഞാൻ വിളിച്ച് പറയും സാബിക്കിനെ, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ അതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുള്ള സാധനം. 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ ഹബിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുവാണ്, ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് DM ചെയ്യാം, ഇൻസ്റ്റയിലോ വാട്സപ്പിലോ. ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് 10% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. വെറുതെ എന്തിനാ 10% കളയുന്നേ? ഇരിക്കട്ടെ കാശ് കയ്യിൽ. നമുക്കിതൊന്ന് പുഷ്ടിപ്പെടുത്തി എടുത്തിട്ട് വേണം വലിയ ഡിസ്കൗണ്ടുകളിലോട്ട് നീങ്ങാൻ. ബ്രാൻഡ് പാർട്ണർഷിപ്പ് അങ്ങനെ ഒരു ലെവലിലോട്ട് പോകാൻ. നമ്മുടെ ഫ്രണ്ടിൽ അപ്പോൾ ഷബീർ ബ്രോ ഉണ്ട്, അതിൻ്റെ മുന്നിൽ ഷബീർ ബ്രോയുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. 2 ഹിമാലയൻ ഇതേ പോകുന്നു. ഷബീർ ബ്രോയുടെ ഫ്രണ്ടാണ്, അതിൻ്റെ ഫ്രണ്ടിൽ ഷബീർ ബ്രോയുടെ വണ്ടി. ക്യാമറ എവിടെ ഉള്ളതെന്ന് തമ്പുരാൻ അറിയാം. അപ്പോൾ ലെറ്റ്സ് ഗോ. മിഷൻ സൂപ്പർ സി മോട്ടോഴ്സ് ZX മോട്ടോ 3 മോഡൽ ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം 820RR, പിന്നെ നമ്മുടെ ഹോണ്ട CB 400ൻ്റെ സെയിം അതുപോലെ ഒരു സാധനം ZX മോട്ടോയുടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഒരു ഡേർട്ട് ബൈക്ക് ഒരെണ്ണം അതും ഇറങ്ങുന്നുണ്ട്. ഡേർട്ട് ബൈക്ക് ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. സോ ലെറ്റ്സ് ഡു ദീസ്. നല്ല ടേണിങ്. താങ്ക് യു ലോറിക്കാരാ, ഗുഡ് ജോബ്. ഇങ്ങനെ എന്തിനാ പോകേണ്ട ആവശ്യം? നേരെ പോയല്ലോ നല്ലത്. ട്രാഫിക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി എടുത്താണോ അങ്ങനെ സിഗ്നൽ? ഓ, അവർ ബുദ്ധിപരമായി നീങ്ങി. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് റോഡ് എടുത്തു, നമ്മൾ സിഗ്നലിൽ പെട്ടു. അതെ, അവർ ബുദ്ധിപരമായി നീങ്ങി, നമ്മളിവിടെ പെട്ടു. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഈ പറ്റിയതായിട്ട് ആരോടും കാണിക്കേണ്ട. നമ്മൾ വന്ന ആറ്റിറ്റ്യൂഡ് തന്നെ തുടർന്ന് നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ആ സർവീസ് റോഡ് എടുക്കാം. ഞാൻ ഇതുവരെ ആ സർവീസ് റോഡ് എടുത്ത് ആലോചിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ മാപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ZX മോട്ടോ സൂപ്പർ സി മോട്ടോഴ്സ് എത്താറായി. നേരെ അവിടെ കാണുന്ന ആ കോർണറിൽ തന്നെയാണ് ഷോറൂം. പക്ഷെ നമുക്ക് ഇങ്ങനെ അവിടെ കാണുന്നു. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകണം. എത്തിയിരിക്കുന്നു. ബൈക്കുകൾ ഇന്ന് വളരെ കുറവാണോ? ഒന്ന് കാറുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇടാം, ഫ്രണ്ടിൽ തന്നെ ഇരിക്കട്ടെ. അവിടെ ഇവൻറ്റ് തുടങ്ങി. വൈകി വന്നാലേ ഒരു മാസം ഉള്ളൂ എന്നാണ് പറഞ്ഞു. പ്രസംഗമൊക്കെ ഉണ്ടോ?
So this is how I know him. I know the person, he started to love the bike, knowing the bike, learn the bike, and view the bike. This is how I know him, and this is how I make that motor. Let's come down together. 3, 2, 1. Wow. The red one. So this is not the one you're looking for? The other one. Because your noise is just not enough. അപ്പോൾ അതേ കലാപരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. നേരെ തിരിച്ച് വീട്ടിലോട്ട്. നമ്മുടെ വണ്ടി നമുക്ക് റിവ്യൂവിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും എടുക്കണം. നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അതൊക്കെ ഇൻസ്റ്റയിൽ വരും. പക്ഷേ ഒരു ഫുൾ റിവ്യൂ എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് വൈകാതെ വരുന്നതാണ്. 820 RR ഇപ്പോൾ വന്നിട്ടുള്ളത്. അയ്യോ, വണ്ടിയുടെ കീനിപ്പോൾ പോക്കറ്റിൽ നിന്ന്. കമോൺ, there we go. ദേ ഒരു വണ്ടി ഉണ്ടോ? പൊളി. ഏതാ, ജീപ്പല്ലേ അത്? മനസ്സിലാവുന്നില്ല. അതെ. എനിവേസ്, ലെറ്റ്സ് ഗോ. There we go. That was a good evening. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കലാപരിപാടികൾ. ഇതിൻ്റെ വലിയ വീഡിയോ, നീണ്ട വീഡിയോ, ഒരു നീണ്ട കഥ വൈകാതെ വരുന്നതാണ്. കുറേ പേര് പരിചയമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടോ. നല്ല രസം. ഇതൊരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ആളുകളെ കാണുമ്പോൾ നല്ല രസമാണ്, വൈബ്, നല്ല ഓളം. എന്തായാലും ഫൺ ടൈംസ്. നമ്മുടെ ഒരു ലോഞ്ചിനേക്കാളും അതിൻ്റെ ഒരു മീറ്റപ്പ് പോലെ പൊളിച്ച്. എന്തായാലും അവരെല്ലാവരും കൂടെ വേറെ എവിടേക്കോ റൈഡ് പോയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഷാർജയിൽ പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഞാനും അതിന്ന് സ്കൂട്ടായി. ഞാനിപ്പോൾ ഈടായിട്ട് ഫുൾ സ്കൂട്ടിലാണ്. എന്തെങ്കിലും ഈ വണ്ടീനെക്കുറിച്ച് എന്തെങ്കിലും അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത റിവ്യൂവിന് എന്തെങ്കിലും കാണേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ എനിക്ക് ആ വീഡിയോ റിവ്യൂവിന് എടുക്കുമ്പോൾ അതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഫുൾ വീഡിയോ വരുമ്പോൾ ഞാൻ അതെല്ലാം കവർ ചെയ്യാം. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I will see you guys in the next video. Take care, stay safe and ride safe. Good night everyone.